അമ്മേ, അമ്മേ, അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട്? ശരി ചേച്ചി, ഞാൻ മറന്നു പോയതാ. പഞ്ച്. വേദവതി അമ്മേ, വേദവതി അമ്മേ. എന്താ? ആരാണെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് ചെയ്താലും താങ്ക്സ് എന്നുള്ളൊരു വാക്ക് പറയും. എന്നിട്ടിപ്പോ നിങ്ങൾ വിലപ്പെട്ട ഒരു വസ്തു നഷ്ടപ്പെടുത്തിയപ്പോ ഞാനത് തിരിച്ചു തന്നു. അത് റിസ്ക് എടുത്തിട്ട്. എന്നിട്ട് നിങ്ങൾ തിരിച്ചെന്നോട് ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ല. ഇട്ടതാ, എന്തോ ഒരു പ്ലാൻ ഇട്ടതാ. തലമുറകളായി കൈമാറി നിങ്ങളുടെ കയ്യിലെത്തിയ ആ വെള്ളിപ്പാത്രം തിരിച്ചു തന്നതിന് അറ്റ്ലീസ്റ്റ് ചെറിയൊരു ഉപകാരം പോലും ഇല്ലേ? എന്താ വേണ്ടതെന്ന് പറഞ്ഞു. അമ്മേ, നിങ്ങൾ എടുത്തിയാടി കമ്മിറ്റ് ചെയ്യല്ലേ, അവസാനം അവളുടെ കെണിയിൽ വീഴും. വലിയ എന്തെങ്കിലും ചോദിക്കും അവള്. ആവനിയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ചിലപ്പോ ഇനിയൊരു കുടുംബമായിട്ട് കഴിയാന്ന് വരെ അവള് പറയും. അത് ശരിയമ്മേ, നിങ്ങള് സ്ത്രീരൂപിയായ കർണനാണെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. ഉറപ്പായിട്ട് ഇത് തന്നെ സംഭവിക്കും. ഒരു ചെറിയ അവസരം കിട്ടിയാലും മുതലാക്കും. വേണ്ടമ്മേ, അവരോട് സംസാരം വേണ്ട. വെള്ളിപ്പാത്രം മുന്നിൽ വെച്ചിട്ട് മരുമകളുടെ പോസ്റ്റിലേക്കുള്ള ലൈൻ ക്ലിയർ ചെയ്യാൻ അവൾ ശ്രമിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞാ നമ്മൾ എന്തിനു സമ്മതിക്കണം? എല്ലാവരും അവരവർക്ക് തോന്നിയ പോലെ ആലോചിക്കുന്ന എന്തിനാ എടുത്തു ചാടുന്നേ? ആദ്യം ആവനിക്ക് ചോദിക്കാനുള്ള കാര്യം കേൾക്ക്. എന്ത് വേണമെന്ന് ചോദിക്ക. ഒരു ഫോട്ടോ വേണം. നിന്റെ ഫോട്ടോ ഞങ്ങളുടെ അടുത്തില്ലല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഞങ്ങൾക്കൊരു ഫോട്ടോ വേണം. നിങ്ങളൊക്കെ പറയുന്ന പോലെ ഞങ്ങൾക്കത്ര വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ, അത് മതി. അവളുടേത് ചെറിയൊരു ആഗ്രഹമല്ലേ, അതും നിറവേറ്റാൻ കഴിയില്ലേ? ഇതിലെന്തോ ഒരു തരികട ഉണ്ടെന്നാണ് എന്റെ ശക്തമായ വിശ്വാസം. എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട്. നിങ്ങളൊക്കെ എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? നീ മറ്റെന്തെങ്കിലും ചോദിക്കുന്ന കരുതിയത് ഞങ്ങള്. എന്തെങ്കിലും അത്യാഗ്രഹം ഉണ്ടാവുമെന്ന് കരുതി. ഇതിപ്പോ ഒരു ഫോട്ടോ അല്ലേ, അതെടുത്തേക്കാം. താങ്ക് യു അമ്മേ. താങ്ക് യു വേദവതി അമ്മേ. എന്തിനാ അമ്മേ അമ്മ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യിപ്പിക്കുന്നേ? ഒരു ഫോട്ടോ അല്ലേ, ഇതിനെ കുറിച്ചൊരു വാദം വേണ്ട. കാവ്യ, ആദ്യ കപ്പൊക്കെ കൊണ്ടുപോയി അകത്ത് വെക്ക്. ഷെടാ, കൊണ്ടുപോ. ആദ്യം മുതിർന്നവരൊക്കെ വന്ന് ഈ സോഫയിൽ ഇരുന്നോളൂ. ഇവിടെ ചേട്ടനും ചേച്ചി ഇരുന്നോളൂ. ആ ചെല്ല്. ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ്. ഞാൻ പോയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വരാം. അതിനിവിടെ നിങ്ങളുടെ പെണ്ണ് കാണലൊന്നും അല്ല. അയ്യോ, ആ ദുരന്തം എന്നെ ഓർമ്മിപ്പിക്കല്ലേ. എന്താ? ഒന്നുമില്ല, ഒന്നുമില്ല. ഇരിക്ക്. വലിയേട്ടോ, ചേച്ചി, നിങ്ങൾ അച്ഛന്റെ അമ്മയുടെയും പുറകിൽ പോയി നിൽക്ക. ഇങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞതാ. അയ്യോ രാമാ, കുറച്ചു നേരം ഒന്ന് സഹിക്ക് ചേച്ചി. അങ്ങോട്ട് നിന്നേ. കാവ്യ, നീ ചെറിയ കുട്ടിയായതുകൊണ്ട് അച്ഛന്റെ അമ്മയുടെ കാലിന്റെ അടുത്തിരുന്നു. ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നോളാം. പറഞ്ഞത് ചെയ്യ കാവ്യ. ഏട്ടാ, നിങ്ങൾ പോയി വലിയേട്ടന്റെ അടുത്ത് നിന്നോ, ഞാൻ ചേച്ചിയുടെ അടുത്ത് നിന്നോളാം. ഫ്രെയിം നന്നാവില്ല ചേട്ടാ? അടിപൊളിയായിരിക്കും. വാ.
അപ്പൊ നിഹാരിക? അയ്യോ രാമാ, നിഹാരിക ഉണ്ടല്ലോ അല്ലേ? മറന്നു പോയല്ലോ. ഈ ഫ്രെയിമിൽ എവിടെയും അവള് സെറ്റ് ആവില്ലല്ലോ. അത് ശരിയാ, ഞാൻ സെറ്റ് ആവില്ല. കാരണം നിനക്ക് ഞാനൊരു തടസ്സമല്ലേ. ഇവിടെ വന്ന് ഇരിക്കും നിഹാരിക. ഇരിക്കുമോളെ. ഏയ് നീ എണീക്ക്. നിന്നോട് എണീക്കാനാ പറഞ്ഞേ. എന്തിനാ എഴുന്നേൽപ്പിക്കുന്നേ? നിഹാരിക ഇപ്പോഴും നമ്മുടെ ഫാമിലി മെമ്പർ ആയിട്ടില്ലല്ലോ അമ്മേ. നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞ നിങ്ങൾ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് തന്നെ പറഞ്ഞേ. ഇവള് നിങ്ങളുടെ ഫാമിലി മെമ്പർ ആയിട്ടില്ലല്ലോ. കാണാതെ പോയ മകൻ തിരിച്ചു വരണം, അവനുമായിട്ട് കല്യാണം നടക്കണം. അപ്പോഴേ നീ ഇവിടുത്തെ ഫാമിലി മെമ്പർ ആവുകയുള്ളൂ നിഹാരിക. അതുകൊണ്ട് നീ ഒരു ഹെൽപ്പ് ചെയ്യ്. സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് നീ ഒന്ന് ഫോട്ടോഗ്രാഫർ ആവ്. ഏയ്, എന്താ നീ പറയുന്നേ? വഴിയിലൂടെ പോകുന്നവരോടെ ഒരു ഫോട്ടോ എടുത്തു തരുമെന്ന് ചോദിച്ചാൽ അവരൊക്കെ എടുത്തു തരും. പിന്നെ നിനക്ക് മാത്രം എന്താ ഇത്രയും പ്രശ്നം? നിഹാരിക, ഈ ടോർച്ചർ സഹിക്കുന്നതിനേക്കാൾ നീ ആ കാര്യം ചെയ്യുന്നേ നല്ലത്. ഒന്ന് വേഗമാവട്ടെ. പിടിച്ചു, നന്നായിട്ട് ഫോട്ടോ എടുക്കണേ. ചെല്ല്. ഓക്കെ നിഹാരിക, ഞങ്ങൾ റെഡി. എല്ലാവരും നന്നായിട്ടൊന്ന് പോസ് ചെയ്തേ. എടുത്തിട്ടുണ്ട്. 2-3 കൂടി എടുക്ക്. ഏത് ഫോട്ടോയാ നന്നാവുന്നതെന്ന് അറിയില്ലല്ലോ. എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 10 കൂടി വേണോ? മതി 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 മതി. എവിടെ നോക്കട്ടെ. എങ്ങത്താ? ഫോട്ടോ കൊള്ളാലോ നിഹാരിക. ഫ്യൂച്ചറിൽ ഇനി എന്തെങ്കിലും സംഭവിച്ചാലും ഒരു സ്റ്റുഡിയോ തുടങ്ങി ജീവിക്കാൻ പറ്റും നിനക്ക്. എന്റെ ആഗ്രഹം നിറവേറ്റി തന്നതിന് എല്ലാവർക്കും താങ്ക്സ്. ബൈ. വാ ഏട്ടാ. അവന് നിന്നെ എന്തിനാ അവോയ്ഡ് ചെയ്തെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. നീ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരിക്കലുമേ വരില്ല എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാ. ഗ്രൂപ്പ് ഫോട്ടോ എന്നും പറഞ്ഞേ ഫാമിലി ഫോട്ടോ എടുത്തത്. അതെനിക്ക് മനസ്സിലായി പൃഥ്വിരാജ് ചേട്ടാ. നിങ്ങളത് വിശദീകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അവനിക്ക് ഫോട്ടോ എടുക്കാൻ മാത്രമേ കഴിയൂ. ഈ നിഹാരികയാണ് ഈ ഫാമിലിക്ക് സ്വന്തം.
എങ്ങനെയുണ്ട് ഏട്ടാ? തന്നെ പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നമ്മുടെ കല്യാണത്തെക്കുറിച്ചുള്ള സത്യം അറിഞ്ഞതിന് ശേഷം നമ്മളെ അവര് സ്വീകരിക്കുന്ന കരുതിയെ. ജാതകം ചേരില്ലെങ്കിലും അമ്മയുടെ അനുഗ്രഹം ആവനിക്കുണ്ടെന്നുള്ള കാര്യം അമ്മ തിരിച്ചറിയുമെന്നാ ഞാൻ കരുതിയെ. അങ്ങനെ സംഭവിക്കാത്തതുകൊണ്ട് ഒരേ വീട്ടില് നമ്മൾ 2 കുടുംബങ്ങളായി. അവർക്ക് അന്യരായി മാറി, അയൽവക്കക്കാരായി മാറി. എന്നെ കാണുമ്പോ സന്തോഷമുണ്ടെന്ന് തോന്നുമെങ്കിലും ഈ ഒരു കാര്യത്തിൽ മാത്രം മനസ്സിന് നല്ല വിഷമമുണ്ടേട്ടാ. നമ്മളും അവരും തമ്മിൽ ചേരില്ലെന്ന് അവര് പറഞ്ഞു. അതുകൊണ്ടാ എല്ലാവരും ചേർന്ന് നിൽക്കുന്നൊരു ഫോട്ടോ സ്വന്തമാക്കിയത്. വീട്ടുകാരല്ലെന്നവര് പറഞ്ഞു. പക്ഷെ ഈ മുറിയില് വീട്ടുകാരെ എല്ലാം ഞാൻ കൊണ്ടുവന്നു. അച്ഛനെയും അമ്മയും വിഷമിപ്പിച്ച് നമുക്ക് വീട്ടിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് അന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാണേട്ടാ. ഈ ഫോട്ടോയിൽ എല്ലാവരും ചേർന്ന് നിൽക്കുന്ന പോലെ ഉടനെ തന്നെ എല്ലാവരും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദിവസം ഞാൻ തിരികെ തരും. എന്നെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് ഏട്ടാ. നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയാ ഞാനിങ്ങനെ ചെയ്തത്. അതെ, എന്റെ ശ്രീമതി മനസ്സ് വെച്ചാലേ എന്ത് വേണമെങ്കിലും നടത്തുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അവനിങ്ങോട്ട് വരട്ടെ. ഒരു വിധത്തിലാ മനുഷ്യൻ ജീവിച്ചു പോകുന്നത്. അവൻ നമ്മളെല്ലാവരും പെരുവഴിയിലാക്കുന്ന തോന്നുന്നേ. വെള്ളിപ്പാത്രം കൊണ്ടുപോയി വിറ്റോ? അത് മൊത്തം ദൂർത്തടിച്ച് തീർത്തോ നീ? അപ്പോ എല്ലാം ഇവിടെ വന്ന് വിളമ്പി കൊടുത്തല്ലേ? എന്താണ് നീ ചെയ്തേ? നീ ഇന്നൊരു പാത്രം കട്ടെടുത്തു. നാളെ ഇനി എന്ത് കാണിക്കോ എന്തോ. അമ്പലത്തിലെ മണിയോ പ്രതിഷ്ഠ വരെ നീ ഇക്കണക്കിന് മോഷ്ടിക്കുമല്ലോ. അമ്പലത്തിന് പുറത്തുള്ള ചെരുപ്പ് വരെ ഇവൻ മോഷ്ടിക്കും. ഒരു കാര്യം ചെയ്യടാ, പറ്റിയ ഭണ്ഡാരം കൂടെ മോഷ്ടിക്ക്. ഒരു മാസത്തേക്ക് തികയുമായിരിക്കും. വേണ്ട വേണ്ടെന്ന് ഞാൻ എത്ര പറഞ്ഞിട്ട് ഇവൻ കേട്ടില്ല. ഇങ്ങനെ ഒരു തല തെറിച്ചവൻ. ഓട്ടോ ഓടിച്ച് 4 കാശുണ്ടാക്കാൻ അവനെ കൊണ്ട് പറ്റില്ലെങ്കിലും മോഷ്ടിക്കാൻ വേണ്ടി ഓട്ടോ എടുത്തിട്ട് പോയിക്കോളും. എന്ത് ജന്മമാണോ നിന്റെ? പറഞ്ഞു തീർന്നോ അതോ ഇനിയും ഉണ്ടോ? വീട്ടിലെ അവസ്ഥയൊന്ന് മനസ്സിലാക്കടാ. ഇനി എത്ര നാള് നീ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ജീവിക്കും? സൂരി, ആദ്യം തട്ടേണ്ടത് നിങ്ങളെയാ. ആദ്യം എന്നെ കൊല്ലടാ. ഞാൻ മരിച്ചാലെങ്കിലും നിനക്ക് ഉത്തരവാദിത്വം വരുമായിരിക്കും. അപ്പോഴാണെങ്കിലും ഇവൻ ഞങ്ങളെ നോക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല ഏട്ടാ. ഒന്ന് നിർത്തുന്നുണ്ടോ? ആ വെള്ളിക്കെണ്ണം വിറ്റ് ചെലവിന് കുറച്ച് ക്യാഷ് കിട്ടുമെന്ന് വിചാരിച്ചപ്പോ എന്റെ അടുത്ത് നിന്ന് അതൊരുത്തി അടിച്ചുകൊണ്ട് പോയി. ഒരു പെണ്ണതെടുത്തെന്നോ? ഞാനിങ്ങോട്ട് വരുമ്പോ വഴിയിൽ വെച്ച് ഉണ്ടായത് എന്താണെന്ന് അറിയോ? പോലീസ്! അതാ ഉണ്ടായത്. അയ്യേ, മനുഷ്യൻ വിഷമിച്ച് നിൽക്കുമ്പോ എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം? ആ പെണ്ണെന്റെ മുഖം കണ്ടിട്ടില്ലെങ്കിലും ഞാൻ അവളുടെ മുഖം ക്ലിയർ ആയിട്ട് കണ്ടു. വിടില്ല ഞാൻ. എവിടെയെങ്കിലും വെച്ച് എന്റെ കയ്യിൽ പെടാതിരിക്കില്ലല്ലോ. അപ്പൊ കാണിച്ചു കൊടുക്ക അവൾക്ക്. ഈ കിട്ടുവിനോട് മുട്ടിയാലുണ്ടല്ലോ പിന്നെ നന്നാവില്ല, ഒരു കാലത്തും നന്നാവില്ല. പിച്ചെടുത്ത് ജീവിക്കുന്നവൻ കോടീശ്വരനായാൽ പോലും ഇവനൊരു കോടിയെ പാത്രം വിറ്റ് പോലും ജീവിക്കില്ല. അന്ന് ഞാൻ അങ്ങനെ ഒരു പാപം ചെയ്തിട്ടും ആ അച്ഛനമ്മമാർ ഇത്രയും കാലം എന്റെ കൺമുന്നിൽ വരാത്തത് കൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്കതിന് കഴിയുന്നില്ല.
അളിയാ എന്തേ ആലോചിക്കുന്നേ? മൂർഖൻ പാമ്പിനെ പോലെ വിഷം ചീറ്റേണ്ട ഒരുത്തൻ വെറും ചേരയെ പോലെ സൈലന്റായി നിന്നപ്പോഴേക്ക് കോമഡിയായി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതെന്താ അളിയാ അപ്പൊ ഇങ്ങനൊക്കെ പറയുന്നേ? ഈ ആക്കിയുള്ള വർത്തമാനം എനിക്ക് മനസ്സിലാകുവാളിയാ. ദുബായിൽ നിന്നൊരു ഡോണായിട്ട് ഇറങ്ങി രാവണാസുരൻ സീതയെ തട്ടിക്കൊണ്ടുപോയ പോലെ നിഹാരികയോ ആവണിയെയോ തട്ടിക്കൊണ്ടുപോകുമെന്ന് കരുതിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നല്ലേ കരുതുന്നേ? ശരിയല്ലേ? അയ്യേ അങ്ങനെയൊന്നും ഇല്ലളിയാ. എടാ, നീ കരുതിയതൊന്നും നടന്നില്ലല്ലോ. ഇനി ഇന്ത്യയിൽ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യുന്ന എന്തിനാ? ദുബായിൽ പോയി ബിസിനസ് നോക്ക്. അല്ല, ഞാൻ അറിയാഞ്ഞു ചോദിക്ക, നിഹാരികയെക്കാളും ആവനിയെക്കാളും ഭംഗിയുള്ള കുട്ടികളെ ദുബായിൽ എന്താ നിനക്ക് കിട്ടാഞ്ഞിട്ടാണോ? കിട്ടും ചേച്ചി. ബട്ട് ഇപ്പൊ എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാ എന്റെ ഈഗോ ഹേർട്ടായി. നിങ്ങൾക്കറിയാത്തതാണോ, ടെററിസ്റ്റിനേക്കാ ഈഗോയിസ്റ്റ് അപകടകാരിയാ. അതുകൊണ്ട് എന്റെ ഈഗോ സാറ്റിസ്ഫൈ ആവണമെങ്കിൽ എനിക്ക് നിഹാരികയെങ്കിലും കല്യാണം കഴിച്ചേ പറ്റൂ. നിഹാരികയെ നിനക്ക് കിട്ടില്ലെന്ന് പറഞ്ഞതല്ലേ? എന്തിനാ വെറുതെ വേണ്ടാത്ത ആഗ്രഹങ്ങളൊക്കെ? മായയോ മന്ത്രമോ വശീകരണ വിദ്യയോ പഠിച്ചിട്ട് നിഹാരികയെ ഒരു കുപ്പിയിൽ ബന്ധിച്ച് ദുബായിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നാലും അവളെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. എനിക്ക് ചുറ്റും ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ട്. അതാരാണെന്നറിയോ? നിങ്ങളാ. നിങ്ങളെ ഒരു വൈറസിനെ നശിപ്പിക്കുന്നത് പോലെ മൊത്തത്തിൽ നശിപ്പിച്ച് കളയും ഞാൻ. ചേട്ടാ, അവൻ എന്തൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് പോയേ? അവൻ ഉടനെ തന്നെ ഭ്രാന്ത് പിടിക്കുമെന്ന് ഉറപ്പാ. വന്ന നന്നായിരുന്നു, എവിടെയെങ്കിലും കൊണ്ടുപോയി കളയായിരുന്നു. അവനീ ഭക്ഷണം ആയില്ലേ? എനിക്ക് വിശക്കുന്നു. ഇപ്പൊ എടുക്കേട്ടാ, 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ശരി. വേദ, വേദ. ഡാ വരുന്നു ഏട്ടാ. എന്താ ഏട്ടാ? എനിക്ക് ടാബ്ലറ്റ്സ് കഴിക്കാനുള്ള സമയമായി, ഒന്ന് എടുത്തു തരാമോ? കുട്ടികളെല്ലാവരും സിനിമയ്ക്ക് പോയതാ. ഭക്ഷണം അവരുണ്ടാക്കിയെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അവരൊന്നും ഉണ്ടാക്കിയിട്ടില്ല. 10 മിനിറ്റിനുള്ളിൽ ഞാൻ എന്തെങ്കിലും വേഗം ഒന്നും ഉണ്ടാക്കട്ടെ ഏട്ടാ. ശരി, ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ വേദ. ശരി ചേട്ടാ. ഏട്ടാ, അച്ഛനും അമ്മയ്ക്കും ഭക്ഷണമൊന്നും ഉണ്ടാക്കാതെ എല്ലാവരും സിനിമ കാണാൻ പോയേക്കോ. അവർക്ക് 2 പേർക്കും എന്തെങ്കിലും ഒന്ന് വെച്ചുണ്ടാക്കി വെക്കണമെന്ന് ബോധം വേണ്ട ചേട്ടാ അവർക്ക്. ഏട്ടാ. എന്താ വേദ? ഗ്യാസ് തീർന്നു പോയി ഏട്ടാ. 2ാമത്തെ സിലിണ്ടർ ഉണ്ടല്ലോ. അതും തീർന്നിരിക്കേട്ടാ. ഇതെന്താ വേദ, സ്പെയർ എപ്പോഴും വെക്കേണ്ടതല്ലേ? ഇനിയിപ്പോ ഭക്ഷണത്തിന് എനിക്കൊരു പിടിയില്ല ഏട്ടാ. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, ഈ സമയത്ത് പുറത്തു പോകാനും കഴിയില്ല. ടാബ്ലറ്റ്സ് കഴിക്കാനുണ്ട്. ഏട്ടാ, നിങ്ങളിങ്ങി വന്നേ. അതേ, ഗ്യാസ് തീർന്നു പോയതുകൊണ്ട് കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് മനസ്സിലായി. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, കൊടുത്തയക്കട്ടെ ഞാൻ? ഒരു മടിയും കാണിക്കണ്ട. ഭക്ഷണത്തിന്റെ മുന്നിലെ വാശി കാണിക്കരുതെന്നും ദേഷ്യവിദ്വേഷങ്ങൾ കാണിക്കരുതെന്നും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാ അന്നപൂർണ ദേവിക്ക് ദേഷ്യം വരുന്നുള്ള കാര്യം എന്റെ അമ്മയും അച്ഛനും പറയാറുണ്ട്. നിങ്ങൾക്ക് എതിർപ്പൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഭക്ഷണം ഇവിടെയുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞാലും അയൽവക്കക്കാരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഞങ്ങൾ ഇവിടെ പട്ടിണി കിടക്കേണ്ടി വന്നാലും നിന്റെ കൈകൊണ്ടുണ്ടാക്കിയത് കഴിക്കില്ല. പച്ചവെള്ളം കുടിച്ച് കിടന്നോളാം. ഒരു നേരം കഴിച്ചില്ലെന്ന് വെച്ച് മരിക്കൊന്നുമില്ല. മരുന്ന് കഴിക്കേണ്ടതല്ലേ അച്ഛാ? എന്നാലും കുഴപ്പമില്ല. ഞങ്ങളോട് ദേഷ്യം ഉണ്ടായിരിക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ? ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. എന്നാ സിലിണ്ടറെങ്കിലും കൊണ്ടുപോയിക്കോളൂ. അതിന്റെ ആവശ്യമില്ല. അച്ഛനും അമ്മയും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട അവനി. നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കൂ. നിങ്ങൾ അവിടെ എന്തേലും ചെയ്യ.